ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഇഞ്ചിമ്പുള്ളിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചുവന്നുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഞാനത് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇഞ്ചിമുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി ചൂടാവാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടി കട്ടിയുള്ള ചട്ടി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ മൺചട്ടിയിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയൊന്നുമല്ല എടുത്തിട്ടുള്ളത്, എന്നാലും നല്ല അടിയൊക്കെ കട്ടിയുള്ള നല്ല കനമുള്ള ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മളിതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് എടുക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മതി. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇഞ്ചിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വേഗം കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ പുളി പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയം നമ്മളെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മൂത്ത് വന്നിട്ടുള്ള ഈ സമയത്ത് ഇനി നമുക്ക് നമ്മളെ പൊടികളാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പൊടികളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീ നല്ല കുറച്ച് വെക്കണം. അതല്ലാച്ചെങ്കിൽ പൊടികളിങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ നല്ല കുറച്ച് വെച്ചതിന് ശേഷമാണ് പൊടികളിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ ഒരു പച്ചമണം ഉണ്ടാവും, മുളക് പൊടിക്കൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ആ മണം മാറി നമുക്ക് തോന്നുന്നതിന് ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പുളി നമ്മളിങ്ങനെ പുളിയുടെ എത്രത്തോളം പുളി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിനൊന്നും മെഷർമെൻറ്റ് കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ എത്ര സാധനം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ അളവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതാ നമ്മുടെ പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരയുടെ അങ്ങനെ പാനിയാക്കിയിട്ട് നല്ല അരിച്ചൊഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതല്ലാച്ചെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് അങ്ങനെ പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ശർക്കര ഒക്കെ ഉരുകിയതിന് ശേഷം അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സമയം നല്ല കൂടുതലുള്ള തീയിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീയാക്കി കൊടുത്തിട്ടാണ് ഇതിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കണത്. ഇത് നല്ല കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിമ്പുളി നന്നായിട്ട് വറ്റി കുറുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മെമ്മറി ഫുള്ളായിട്ട് കളയുമ്പോൾ അതിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിമ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല കിട്ടിയുള്ള ഇഞ്ചിമ്പുളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അതൊന്ന് കമൻറ്റ് ചെയ്യുക.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും എല്ലാവർക്കും താങ്ക് യു.